അത്യാവശ്യം വലിപ്പമുള്ള പുലിയല്ലേ? വലുത് തന്നെയാന്നാ പറഞ്ഞത്. ചേട്ടൻ കണ്ടപ്പോൾ എങ്ങനെയാ തോന്നി? നമ്മള് വലിപ്പം നല്ല നീളമുണ്ട്. നമ്മൾ ആട് കരയുന്ന ഒച്ച കിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ച് കാലിറങ്ങിയതായിരിക്കും. അപ്പൊ ജനല് തുറന്ന് നോക്കി. ജനല് തുറന്ന് നോക്കിയപ്പോ പുലി കഴുത്തിനെ പിടിച്ചിട്ട് മറിച്ചിട്ട്. ഓഹോ, പുലിനെ കണ്ടു? കണ്ടു പുലിനെ കണ്ടതാ. അതിന്റെ അടിയിൽ രോമത്തിന്റെ ഉള്ളിലായതുകൊണ്ടല്ലേ കാണാത്തെ? അതെ കഴുത്തിന് അടിഭാഗ പിടിച്ചത്. നല്ല കടി കൊണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. നമ്മൾ സൗണ്ട് കേട്ട് ഓടിയപ്പോ ഇവിടേക്കാ ചാടിയത്. നേരെ ഇങ്ങോട്ട് ചാടി? നേരെ അങ്ങോട്ട് ചാടി ഉള്ളിൽ ഇങ്ങനെ ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓർന്നു പോയി. ഓർന്ന് അങ്ങനെ ചാടിയത്. മരുന്ന് വെച്ചിട്ടുണ്ടല്ലേ? വലിയ ആടാല്ലേ? വലിയ ആട് പോയി കഴിഞ്ഞാൽ നഷ്ടമല്ലേ? അതെ ഫോറസ്റ്റുകാർ കണ്ടു. പിന്നെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ മരുന്നൊക്കെ മരുന്ന് കൊടുക്കാൻ പോവാ. ചോര വന്ന കണ്ടപ്പോൾ അറിഞ്ഞല്ലേ? ഓഹോ. ഇവിടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും പിന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഇതിന് ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണം. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ചീരാല് മുരിക്കിലാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മൾ കണ്ടതാണ് ഈ ചീരാല് പ്രദേശത്ത് തന്നെ റെജി എന്ന് പറയുന്ന ഒരാളുടെ പശുവിനെ പുലി കൊലപ്പെടുത്തിയ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രദേശത്ത് നമ്മൾ നേരിട്ട് പോയി കണ്ടതാണ്. അതിനുശേഷം നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആടിനെ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അവിടെയും പുലിയെ നേരിട്ട് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ മുരിക്കിലാടി എന്ന് പറയുന്ന പ്രദേശത്ത് ദിവാകരൻ എന്ന് പറയുന്ന ആളുടെ ആടിനെയും ഇതേപോലെ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആടിന് ഗുരുതര പരിക്കുണ്ട്, പക്ഷേ ആട് ചത്തുപോയിട്ടില്ല. അപ്പോൾ ഈ പ്രദേശത്ത് നിരന്തരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന നമ്പ്യാർകുന്നും അതുപോലെ തന്നെ ഈ ആദ്യം ഞാൻ പറഞ്ഞ റെജി എന്ന് പറഞ്ഞ ആളുടെ വെള്ളച്ചാൽ എന്ന് പറഞ്ഞ ആ പ്രദേശമൊക്കെ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളാണ്. ഒരു വയൽ ക്രോസ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന സ്ഥലങ്ങളുള്ളൂ. പക്ഷേ റോഡ് മാർഗം കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞാലും വയൽ മാർഗം അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഏതായാലും ഈ പ്രദേശത്ത് തന്നെ കറങ്ങുകയാണ് പുലിയെ പിടിക്കാനായിട്ട് കൂട് നമ്പ്യാർകുന്ന് ഭാഗത്ത് വെച്ചിരുന്നു. പക്ഷേ അവിടെയൊന്നും പുലി കയറിയിട്ടില്ല. ഏതായാലും കഴിഞ്ഞ രാത്രിയും ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ആ വീട്ടിൽ ചെന്ന് അവിടുത്തെ വീട്ടുടമസ്ഥനോട് തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു വീട്ടിലെ ആടിനെയാണ് പിടിച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ദിവാകരൻ. ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ് സംഭവം? ഇന്നലെ 8 മണിക്ക്. രാത്രി 8 മണിക്ക്? രാത്രി 8 മണിക്ക് ആണല്ലേ? എങ്ങനെയാ ഒച്ച കേട്ടിട്ടാണോ? നമ്മൾ ആട് കരയുന്ന ഒച്ച കിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ച് കാലിറങ്ങിയതായിരിക്കും. അപ്പൊ ജനല് തുറന്ന് നോക്കി. ജനല് തുറന്ന് നോക്കിയപ്പോ പുലി കഴുത്തിനെ പിടിച്ചിട്ട് മറിച്ചിട്ട്. ഓഹോ, പുലിനെ കണ്ടു? കണ്ടു പുലിനെ കണ്ടതാ. ആണല്ലേ? കണ്ടു. ഇവിടെയാ സംഭവം ഉണ്ടായി? അത് കൂട്ടിൻ്റെ ഉള്ളിൽ. ആണല്ലേ? ഞങ്ങൾ ടോർച്ചടിച്ച് നോക്കി. അപ്പോൾ ഇത് ആടിനെ മറിച്ചിട്ടിട്ട് ചോര കുടിക്കാൻ നോക്കിയിരുന്നു. ആണല്ലേ? ഇങ്ങനെയാണല്ലേ? അതെ. ഈ ജനലിൽ കൂടെ ആയിരിക്കും? ഈ ജനൽ തുറന്ന് ഞങ്ങൾ ഇവിടെ ബെഡ്റൂം അല്ലത്. ഓക്കെ. ഏതാടിനാ പരിക്ക് പറ്റിയതാ? തള്ളയാടിന്. അതിനാണ്. അതിൻ്റെ അടിയിൽ രോമത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടല്ലേ കാണാത്തെ? അതെ കഴുത്തിന് അടിഭാഗ പിടിച്ചത്. നല്ല കടി കൊണ്ടിട്ടുണ്ടല്ലേ? ഉണ്ട്. ആശുപത്രി പോയിട്ട് എന്താ? ആശുപത്രി പോയിട്ട് അവർ ചികിത്സിച്ചു. ഇന്നലെ രാത്രി തുടങ്ങി? ഇന്നലെ രാത്രി ഫോറസ്റ്റ് വന്നിട്ട് അവരെ ജീപ്പിൽ തന്നെയാണ് കൊണ്ടുപോയതല്ലേ? ഓഹോ. ഇതിപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടോ? അതിന് മുമ്പ് ഉണ്ട്. എന്നാ? അത് 2 ആഴ്ച മുമ്പ്. നിങ്ങളൊക്കെ ഇതൊക്കെ അടുത്തടുത്തുള്ള? അടുത്തടുത്താ. 1 കിലോമീറ്ററിന്റെ മാറ്റേ ഉള്ളൂ. ഈ നമ്പ്യാർകുന്ന് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? നമ്പ്യാർകുന്ന് 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. ഈ വയലിൽ കൂടെ പോകണമെങ്കിൽ അത്ര ഒന്നും ഇല്ലല്ലോ? ഉണ്ട്. വയലിൽ കൂടെയാണെങ്കിൽ 2 രണ്ടുണ്ടല്ലേ? 2 ഉണ്ട്. എന്തായാലും ഇത്ര അടുത്തടുത്തുള്ള ഒരേ ഏരിയ തന്നെ. വാർഡ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഒരേ പുലി തന്നെയാണ് ഈ കിടന്ന്? ഒന്ന് തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ വേറെ 2 ഉണ്ടോയെന്ന് അറിയൂല. ആണല്ലേ? അപ്പോൾ ഇന്നലെ തന്നെ 6 മണിക്ക്
കുറച്ച് മുമ്പേ അവിടെ കണ്ടു എന്ന് പറഞ്ഞു. കുറച്ച് ഒരു 1/2 കിലോമീറ്റർ മുമ്പേ കണ്ടു എന്ന് പറഞ്ഞു. 6 മണിക്ക് ഇന്നലെ 6 മണിക്ക് 6:45 പാവ് കണ്ടു എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം അവിടെ നിന്ന് 1 മണിക്ക് ഒരു 7 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. 7:30 8 മണിയായപ്പോൾ വന്നിട്ടുണ്ടാവും. 7:30 വന്നിട്ടുണ്ടാവും ഇവിടെ. വേറെ തൊട്ടടുത്ത് നമ്മൾ അച്ഛൻ്റെ ആടിന് ഇതേപോലെ മാന്തി പിടിക്കാൻ നോക്കി. ഇവിടെ തന്നെയാ? ഇല്ല, കുറച്ചപ്പുറം അവരെ വീട്ടിൽ. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇതാ തൊട്ടുവേലി തന്നെയാ. അതെന്നാ? ഒരു 100 അത് ഈ ടൈമിൽ തന്നെ. ഈ ടൈമിൽ തന്നെ അവിടെ കിട്ടാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നത്. അതൊന്നും ജസ്റ്റ് കാണിക്കാൻ പറ്റും. ആ സ്ഥലം എവിടെയാണെന്നൊന്നും അത് വരാം. ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രദേശത്തു നിന്നാണ് പുലി ആടിനെ പിടികൂടാനായിട്ട് ശ്രമിച്ചത്. ഈ ഒരു കൂട്ടിലെ ആട് തന്നെയാണ് പിടിച്ചത്. ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആടായിരിക്കും അല്ലേ? ഇതൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും. അതിൻ്റെ കുട്ടികളാണ്. അപ്പോൾ ഇപ്പം ഈ കുട്ടികൾ ഇപ്പോൾ അതിൻ്റെ ഉണ്ടായതാണ്? അതിൻ്റെ കുട്ടികളാണ്. 1 മാസമായിട്ട് പാലുള്ളതല്ലേ? പാല് 1 മാസമായിട്ടുള്ള പ്രസവിച്ചിട്ട് ആണല്ലേ? അപ്പോൾ പുലി കഴുത്തിൽ കടിച്ചിട്ടുണ്ട്. നമുക്കത് ആ രോമം ഉള്ളതുകൊണ്ട് കാണാൻ പറ്റാത്ത കേട്ടോ. അതിന് പരിക്കുണ്ട്. നമുക്ക് ഇവിടെ നോക്കിയാൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നതൊക്കെ കാണാം. പക്ഷെ മരുന്ന് വെച്ചിരിക്കുകയാണ് പുലി. എന്നിട്ട് ഇവിടുന്ന് എങ്ങോട്ടായിട്ടാ? ഇവിടുന്ന് നേരെ താഴെ തോട്ടത്തേക്ക് അങ്ങോട്ട് ചാടുക? അങ്ങോട്ട് ചാടി. ഇവിടുന്ന് ചാടി. ഞങ്ങൾ ഉച്ച കിട്ടപ്പോൾ ഇവിടുന്ന് ചാടി നേരെ അങ്ങോട്ട് ചാടി. അങ്ങോട്ട് ചാടി അല്ലേ? കാൽപ്പാട് വല്ലതും ഉണ്ടോ? കാൽപ്പാട് അതന്നെ. കാൽപ്പാട് ഇതാ ഇവിടെ ഉണ്ട്. അങ്ങനെ നേരെ താഴേക്ക് പോകും. ആ കാപ്പിൻ്റെ ഇതിലൂടെ പോയി. നമുക്ക് നേരെ ഇവിടെ കാൽപ്പാട് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് വിചാരിക്കുന്നു. പുലിയുടെ കാൽപ്പാടാട്ടായി കാണുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പുലിയല്ലേ? വലുത് തന്നെയാന്നാ പറഞ്ഞത്. ചേട്ടൻ കണ്ടപ്പോൾ എങ്ങനെയാ തോന്നി? നമ്മള് വലിപ്പം നല്ല നീളമുണ്ട്. നല്ല വലിയ. എത്ര ദിവസം നമുക്ക് കാൽപ്പാട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഏതായാലും ഈ പ്രാവശ്യം കാൽപ്പാട് കിട്ടി കേട്ടോ. കറക്റ്റായിട്ടൊരു കാൽപ്പാട് കിട്ടി. പിന്നെ അടുത്ത ഏതാ? അടുത്തത് ഇങ്ങനെ ഇറങ്ങിപ്പോയി. അല്ലേ? ഒറ്റ ചാട്ടത്തില്ലേ? അതെ, ഒറ്റച്ചാട്ടത്തിൽ അങ്ങോട്ടൊക്കെ പോയി. ആ ഭാഗത്ത് ഇവിടെ ഇങ്ങോട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വന്നാന്ന് തോന്നുന്നു. നഖം കൊണ്ട പാട്. നഖം കൊണ്ട പാട്. നഖം കൊണ്ട പാട് വലുത് തന്നെ. വലുത് തന്നെയാണ്. ഇവിടുന്ന് കയറിപ്പോയി. നമ്മൾ സൗണ്ട് കേട്ട് ഓടിയപ്പോൾ ഇവിടേക്കാണ് ചാടിയത്. നേരെ അങ്ങോട്ട് ചാടി ഉള്ളിൽ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഓർന്നു പോയി. ഓർന്നു അങ്ങനെ ചാടിയത്. അങ്ങനെയാണ് ചാടിയത്. ഈ ഒരു കൂട്ടി വെച്ച് തന്നെയാണ് ആടിനെ പുലി പിടിച്ചത്. അപ്പോൾ ആ ചേട്ടൻ ഈ ഒരു ജനലിൽ കൂടെ നോക്കുമ്പോഴാണ് സംഭവം കണ്ടത്. അതിനുശേഷം അവർ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ പുലി നേരെ ഇവിടുന്ന് നേരെ ചാടി പോവുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുലിയുടെ കാൽപ്പാടടക്കം കണ്ടു കേട്ടോ. ഏതായാലും ആടിന് ഗുരുതര പരിക്കുണ്ട്. ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇതിന് തൊട്ട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലും പുലി എത്തിയിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകാനായിട്ട് പോകുന്നത്. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഒന്നും ഇല്ലല്ലോ? ഫോറസ്റ്റ് ഇല്ല. പഴൂര് അത്ര ഉള്ളൂ. പഴൂര്. ഇതിന് മുന്നേ ഈ 2 ആഴ്ചയ്ക്ക് മുന്നേ അല്ലാണ്ട് ഇതിന് മുൻകാലങ്ങളിൽ എപ്പോഴേലും ഇങ്ങനെ പുലിയുടെ കടുവയുടെയൊക്കെ ശല്യം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ? ഈ ഒരു പ്രദേശത്ത് എത്ര ഇതിന് മുന്നേ അല്ല ഈ അടുത്തുണ്ടായത് അത് ഒഴിച്ചു നിർത്തിയാൽ അതിന് മുന്നേ? അതിന് മുമ്പ് പിടിച്ചിട്ടുണ്ട്. ആണോ? പിടിച്ചിട്ടുണ്ട്. എത്ര നാൾ? ഒരു 6 മാസമായിട്ടുണ്ടാവും. ആണല്ലേ? 6 മാസം. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പശുക്കളൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ലേ? അതും പുലി തന്നെയാ? പിന്നെ ഇന്നാളുടെ ഇടയിൽ ആശ്രമത്തിൻ്റെ അവിടെ ഒരാളെ ആടിനെ കൊന്നിട്ട് ചോര കുടിച്ചു. പഴൂരല്ല, നമ്പ്യാർക്കൊന്നും ഇവിടെ കൂടിയാണെന്ന് പറഞ്ഞു. നമ്പ്യാർക്കൊന്നും ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസമായിട്ടല്ലേ ഉള്ളൂ. അത് ആ കുന്നാണ്. എനിക്കൊന്ന് അതിലാണ് വന്നു എന്നാ പറഞ്ഞത്. ആ കുന്നിലാണ് ആൾക്കാർ കണ്ടത് ഇന്നലെ. ഈ വയലിൽ കൂടെ ആയിരിക്കും. ഈ വയലിൽ കൂടെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതിലേ ആയിരിക്കും വരാതെ ആദ്യം. മറ്റേ വീടിന്ന് കാണിച്ചു ഇതാ ഇത് തന്നെ. ഈ വീടാ? തൊട്ടടുത്ത വീട് കേട്ടോ. അവരുടെ വീട് അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്തിന് കേട്ടോ വീട്. ഈ വീട്ടിലെ ആടിനെയും ഇതേപോലെ പിടിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. വലുതിനെ പിടിക്കാൻ നോക്കിയാ അതിനെ മേത്ത് മുറി ഉണ്ടോ? ഉണ്ട്. ആണോ? പട്ടി പേടിച്ചിട്ടായിരിക്കും അല്ലേ? ഇന്നത്തെ പേടിയാന്ന് തോന്നുന്നു അല്ലേ? ഇന്നലെ പട്ടി നല്ല കുറയായിരുന്നു. അതാണ് ഇന്നലെ ഒച്ച കേൾക്കുമ്പോൾ അറിയാൻ കാര്യം. ഇതിന്റെ എവിടെ? അതന്നെ മരുന്ന് വെച്ചിട്ടുണ്ടല്ലേ? വലിയ ആടാല്ലേ?
കേട്ടോ. ആ വലിയ ആട് തന്നെ. പോയി കഴിഞ്ഞാൽ നഷ്ടമല്ലേ? അതെ അതെ അതന്നെ. ആ അവിടെ എൻ്റെ ആളുണ്ടാ. ആ ഇത് പെണ്ണാടാ അല്ലേ? ആ അത് പെണ്ണാട്. ആണ്. അതിൻ്റെ കഴുത്തിനും കഴിക്കും കേട്ടോ. ആ ഭാഗത്തൊക്കെ മുറിയുണ്ട്. ഇതിൻ്റെ മുറിയുടെ കാര്യം എന്താ ചേച്ചി പറഞ്ഞേ? സാരമുള്ള മുറിയാണോ അതെയോ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലേ? നിങ്ങളപ്പം തന്നെ കണ്ടായിരുന്നോ? ഇല്ല ഇന്നാണ് കാണുന്നത്. നമ്മളത് ഇല്ല ഇന്നാണ് കാണുന്നത്. 12 മണി 10 മണിയായപ്പോഴാണ് അറിയുന്നത് സംഭവം. ഈ സംഭവം ഇതേപോലെ ആളിങ്ങനെ വിട്ടിട്ട് പോയപ്പോ വിട്ടിട്ട് പോയോ? വിട്ടത് എനിക്കൊന്ന് നായി ഇന്നലെ കുറച്ചിട്ട് ശല്യം ചെയ്ത് അങ്ങനെ പൊളിച്ചിട്ട് പോയത്. പട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇട്ടിട്ട് പോയതായിരിക്കും അല്ലേ? ഇതിലെയാ വന്നത്. ഇതിലെ വരാനും സാധ്യത. ഇവിടെ ആ ആടിനെ അവിടെയാ കെട്ടിയിരുന്നത്. അവിടെ ഇല്ലേ? ഇതാ ഇവിടെ കെട്ടിയിരുന്നത്. അതായത് ഇവിടെ കെട്ടിയിരുന്നത്. പുലി ഇതിലെങ്ങാണ്ട വന്നിട്ടുണ്ടാവും. ഈ ഭാഗത്താ ഇത് ഇതാ ഇതിലെങ്ങാണ്ട പുലി വന്നു. ഇതിലെ വന്നല്ലേ? ഇതിലെങ്ങാണ്ട വന്നിട്ടുണ്ട് തോന്നുന്നു. ഇതാ ഇതിലെതിലെയോ വന്നിട്ടുണ്ടാവും പുലി. വന്നതും പോയത് ഇതിലെ തന്നെയാ. എന്നിട്ട് നേരെ നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങനെ വന്നിട്ട് നമ്മൾ അവിടേക്ക് കയറിയത്. ഇതിൽ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. ഇനിയിപ്പോ ഇതിലെന്ന് അറിയില്ല കിടക്കാൻ പറ്റും. വന്നത് പോയത് ഇതിലെന്ന് അറിയില്ല. നമ്മള് നമ്മളെ വീടിന്റെ താഴെ കാൽപ്പാടുണ്ട് കേട്ടോ. ഇതൊരു കാൽപ്പാടാണ്. ചെറുതായിട്ടുള്ളൂ അല്ലേ? ചെറുതായിട്ടുള്ളൂ. ചെറിയ അതല്ലേ ഉള്ളൂ അല്ലേ? ഒരെണ്ണുള്ളൂ. ഇതിലെങ്ങാണ്ട് വന്നോ? കരികല വീണ് കിടക്കുന്നുണ്ടല്ലേ? അറിയില്ല. അതെ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? കൃഷ്ണൻ ചെട്ടി. ഇന്ന് രാവിലെ അല്ലേ സംഭവം പറഞ്ഞു? രാവിലെ ഒരു 10 മണി നേരത്തെ കാണുന്നത്. അറിഞ്ഞല്ലേ? ഒരു പക്ഷേ ഈ പട്ടി കുറച്ചപ്പോൾ ഇട്ടിട്ട് പോയതായിരിക്കും അല്ലേ? പോയതാണ്. എന്നിട്ടാണ് പിന്നെ അവിടെ പോയത്. അവിടുന്ന് അങ്ങോട്ട് പോയതല്ലേ? ഇതിന്റെ പരിക്ക് എങ്ങനെയാ? ഫോറസ്റ്റുകാരെ വിളിച്ച് കാണിച്ചോ? വന്ന് ഫോറസ്റ്റുകാർ കണ്ടു. പിന്നെ ഡോക്ടർ വന്ന് ഇഞ്ചക്ഷൻ മരുന്നൊക്കെ ഇപ്പൊ മരുന്ന് കൊടുക്കാൻ പോവാണ്. ചോര വന്ന് കണ്ടപ്പോൾ അറിഞ്ഞല്ലേ? ഓഹോ. എന്നിട്ട് ഞങ്ങൾ വേറെ ഡോക്ടറെ വിളിച്ചു. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പനിയുണ്ട്. ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഡോക്ടറെ വിളിച്ചപ്പോൾ കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഏതായാലും മറ്റേ ഡോക്ടർ വരുന്നുണ്ടല്ലോ, അപ്പോൾ അയാളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അയാൾ പോയി തിരിച്ചു പോയി. അല്ല കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞ? പരിക്ക് പിന്നെ അയാൾ ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ചെയ്ത് ഗുളികയും തന്നു, പെൻസിലും രക്ഷപ്പെടുന്ന പറഞ്ഞല്ലേ? അതൊന്നും പറഞ്ഞില്ല. എന്താ സ്ഥിതി എന്നുള്ളത് 2 ദിവസം കൊടുത്തുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. എപ്പോഴാണ് കുറച്ച് വെള്ളം കുടിച്ചത്. ഓഹോ. ഇപ്പം ഞാൻ വെള്ളം കൊടുക്കായിരുന്നു. ആണല്ലേ? ഇത്ര നേരം വെള്ളമില്ലായിരുന്നു. രാവിലെ വൈകുന്നേരം വരെ വെള്ളമില്ലായിരുന്നു. ആണല്ലേ? ചെനയുള്ള ആടല്ലേ? 3 മാസം ചെനയാണ്. ഓഹോ. 3 മാസം ചെനയുള്ള ആടും കൂടെ കേട്ടത്. വേറെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കാൽപ്പാടും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ചെറുമാതിരി കൂടെ തന്നെ ആയിരിക്കും അല്ലേ? എനിക്കൊന്ന് ഇതിലേ വരാം. അത് അവിടെ ഉള്ളവരാ കണ്ടത് ഇന്നലെ. അക്കരെ കുന്നിലല്ലേ? ചിലപ്പോൾ അതിലും വരാൻ വഴിയുണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും വന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായില്ലേ ഇത്? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാ. രണ്ട് വീടിൻ്റെ കൂടെ നടുക്കുള്ള ഒരു പ്രദേശമാട്ടോ ഇത്. രാവിലെ ആൾക്കാർ കണ്ടുപിടിച്ചതാണ്. ഇതൊരു കാൽപ്പാട് അവിടെ ഒന്നുണ്ട്. അവിടെ ഉണ്ടോ? ഇത് കാൽപ്പാട് തന്നെയാണ്. പുലിൻ്റെ കാൽപ്പാടത് അല്ലേ? ഇല്ല അത് തന്നെ ഫസ്റ്റത്തെ ഇതല്ലേ? അല്ലേ? ഇതിലാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഇതിലെ അങ്ങോട്ടാ പോയെ. ഇവിടുന്ന് അങ്ങോട്ടാ പോയെ. അതന്നെ. നമ്മളിങ്ങനെ ഈ ആൾക്കാർ ചവിട്ടാമത് കണ്ട പ്രൊഫഷല്ലേ? ഇതിലിങ്ങനെ അതന്നെ. അവിടെ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങനെ നടന്ന് ഇതിലാണ് കയറിയത്. അവിടെ കയറിയത് കൂടെ കയറിയത്. ഇതെന്ന് പറയുന്ന അവരുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പ്രദേശമാണ്. ഈ വയൽ വഴിയാണ് ഈ ഒരു പുലി ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് എന്നാണ്. 6 മണിയായപ്പോൾ ആ ഭാഗത്ത് അവിടെ ആരെയോ കണ്ടിട്ടുണ്ടല്ലേ? 6:30 ആയപ്പോൾ ഈ വയലിൻ്റെ അപ്പുറമുള്ള ഭാഗത്തും ആളുകൾ പുലിയെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രദേശത്ത് പുലി ഇപ്പോൾ സ്ഥിരം സ്ഥാനികയായി മാറിയിരിക്കുകയാണ്. തമിഴ്നാട് ബോർഡറിലോട്ട് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? 3 കിലോമീറ്റർ ഉണ്ട്. ഉണ്ടല്ലേ? 3 കിലോമീറ്റർ. ചേട്ടാ, അപ്പോൾ ഫോറസ്റ്റുകാർ ഇതിന് എന്താ പറഞ്ഞത്? നഷ്ടപരിഹാരം ഇനിയിപ്പോൾ നഷ്ടപരിഹാരത്തെ പറ്റി ഒന്നും പറഞ്ഞില്ല. ട്രീറ്റ്മെന്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇനിയൊരു ഇതിലൊരാപത്തിൽ ചാടാതെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് സ്ഥാപിക്കണമെന്ന്
കൂട് വെച്ച് പിടിക്കണം അല്ലേ? കൂട് വെച്ച് സ്ഥാപിച്ച് കൂട് പിടിച്ച് കൂട്ടിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ മറ്റേ ഇതിന് മുന്നേ കൂട് വെച്ചത് നമ്പ്യാർകുന്ന് ഭാഗത്തല്ലേ വെച്ചേക്കുന്നത്? നമ്പ്യാർകുന്ന് ഭാഗത്ത് വെച്ചിരുന്നു. ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ അവർ കൂട് വെക്കുന്ന കാര്യം എല്ലാം പറഞ്ഞായിരുന്നു? ഇല്ല, അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല. അച്ഛൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് കൃഷ്ണൻകുട്ടി. ഇവിടുത്തെ നെമ്മേനി പഞ്ചായത്തിലെ 12ാം വാർഡ് മെമ്പറാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഇവിടെ കടുവയുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ ഒരു മാസത്തിൽ 3 സ്ഥലത്താണ് വെള്ളച്ചാൽ എന്ന പ്രദേശത്ത് ഒരു പശുക്കുട്ടീൻ്റെ പകുതിയോളം ഭക്ഷിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്പ്യാർകുന്നിൽ ജോയി എന്നവരുടെ ആടിനെ കൊന്നിട്ടിട്ടാണ് പോയത്. അതിനുശേഷം ഇപ്പോൾ 12ാം വാർഡിൽ മുരുക്കിലാടി എന്ന സ്ഥലത്ത് ദിവാകരൻ എന്ന ആളുടെ ആടിനെ കടിച്ച് മാറ്റി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആടിനെയും വിലപിടിപ്പുള്ള ആടുകളാണ്, അതിനെ അടക്കം കടിച്ച് ആയിട്ടാണ് ഇന്ന് കണ്ടത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, അതായത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ തന്നെ വിവരറിയിച്ച് രാത്രി അവർ വന്നു. അതുപോലെ തന്നെ RRT അംഗങ്ങളും അവർ വാഹന സഹിതം ഇവിടെ വന്നു. ഇന്നിപ്പോൾ രാവിലെ ഈ 2 സ്ഥലത്ത് അവർ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുലി ഏത് ഭാഗത്തൂടെ പോയെന്ന് അവർ കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞെങ്കിലും പല സ്ഥലങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ നോക്കി നടന്നിട്ടാണ് അവർ ഇവിടുന്ന് പോയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സ്ഥിതിയിൽ ഇവിടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളെ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. ഇതിന് ശക്തമായ നടപടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണം. കാരണം ഇവർ ഇത് മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് തക്കതായ നഷ്ടപരിഹാരം കൂടി ഇതിൽ കൊടുക്കണം. അല്ലാത്ത പക്ഷം ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ദിവാരൻ ചേട്ടൻ്റെ ആടിനെയും കണ്ടു, അതുപോലെ തന്നെ തൊട്ടപ്പുറം ആ വീട്ടിലെ ആടിനെയും കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ട ആ ആടിനെ പിടിക്കാൻ നോക്കിയതിന് ശേഷം അവിടുന്ന് പട്ടി കുറച്ചപ്പോൾ അവിടുന്ന് ഒഴിവാക്കി പോന്ന് നേരെ ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇവിടെ വന്ന് ആടിനെ പിടിച്ച് നിൽക്കുന്ന സമയത്ത് വലിയ ബഹളം കേട്ടാണ് ഇവർ ആ ഒരു ജനൽ വഴി നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടത്. അപ്പോൾ ഇതിന് മുന്നത്തെ കേസിലും നമ്പ്യാർകുന്നും അവരും പുലിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 4-5 ദിവസം മുന്നെയാണ് റെജി എന്ന് പറയുന്ന വെള്ളച്ചാൽ എന്ന് പറയുന്ന പ്രദേശം, അതൊക്കെ ഇതിന് അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ്, വലിയ ദൂരമൊന്നുമില്ല, 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളാണ്. അവിടെയും ഇതേപോലെ തന്നെ പുലി ഒരു പശുവിനെ തിന്നിട്ടുണ്ട്. നമ്മളന്ന് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രദേശത്ത് പുലി ഇപ്പോൾ സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നമുക്കറിയാം, കൂടുതൽ ആളുകളും കൃഷിയുമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്, കർഷകരാണ്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ പശുവും ആടും കോഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നിനെ പിടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്കായിരിക്കും പോകുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ കൂട് വെച്ചിരുന്നു, അതായത് നമ്പ്യാർകുന്ന് ഭാഗത്ത് ആ ഒരു ആടിനെ പിടിച്ചതിന് ശേഷം അവിടെ കൂട് വെച്ചിരുന്നു. ഏതായാലും കൂട്ടിലൊന്നും പുലി കയറിയിട്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് 2 ആടിനെയാണ് ഇപ്പോൾ പിടിക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല പരിക്കുണ്ട്. ഇനിയിപ്പോൾ ആ ആട് രക്ഷപ്പെട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. പൊതുവേ പുലി കടിച്ചു കഴിഞ്ഞാൽ അതിനൊരു പോയിസൺ ഉണ്ട്, രക്ഷപ്പെട്ട് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ എന്നാലും നമുക്ക് നോക്കാം, ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഗുണം കൊണ്ടൊക്കെ കിട്ടിയാൽ പറയാൻ കിട്ടിയെന്ന്. അപ്പോൾ ഏതായാലും ഇതുപോലെ തന്നെ വലിയ കഷ്ടപ്പാടിലാണ് ഈ പ്രദേശത്തുള്ള കർഷകരെല്ലാവരും ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുലിയെ കൂട് വെച്ച് പിടികൂടണം എന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാവരും ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്